ആൽമരം. കഥാരചന ശ്രീ ബാലഗോപാലൻ പേരൂർ. ആഖ്യാനം സിജിമോൾ സജീവൻ. ചില കഥകൾ അങ്ങനെ സംഭവിച്ചു പോവുകയാണ്. മുത്തശ്ശ, അമ്പലത്തിലെ ആൽമരം വെട്ടാൻ പോണു. എന്താ പറഞ്ഞത്? സന്ധ്യാസമയത്തുള്ള നാമജപത്തിൽ മുഴുകിയിരുന്നത് കൊണ്ട് കൊച്ചുമകൾ പറഞ്ഞത് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അതേ, അമ്പലപ്പറമ്പിലെ മുത്തശ്ശൻ അരയാൽ വെട്ടാൻ പോണൂന്ന് ഒരു കൊഞ്ചലോടെ കാതിനടുത്ത് വന്ന് വീണ്ടും പറഞ്ഞിട്ട് കിങ്ങിണി കിലുങ്ങും പോലെ ചിരിച്ചവൾ ഓടി മറഞ്ഞു. അയാൾ ഓർത്തു, അതാവും 2-3 ദിവസമായി അമ്പലമുറ്റത്ത് ആരൊക്കെയോ വന്നു പോകുന്നതും അറവുമാടിനെ എന്ന വണ്ണം ആൽമരം ചുറ്റി നടന്ന് നോക്കുന്നതും കണ്ടത്. അവരാരെങ്കിലും ആവും അത് വാങ്ങിയത്. അയാൾക്ക് വല്ലാത്ത വിഷമവും ദുഃഖവും അനുഭവപ്പെട്ടു. എന്തിനാണിപ്പോൾ അത് വെട്ടുന്നത്? ആർക്കും ഒരു ദോഷവും ചെയ്യാതെ നൂറ്റാണ്ടുകളുടെ കാവൽക്കാരനായി അതവിടെ നിൽക്കുകയാണ്. കാലത്തിൻ്റെ കർമ്മസാക്ഷിയായി, ഗ്രാമത്തിൻ്റെ തിലകക്കുറിയായി, നാലുപാടും വിശാലമായി തൻ്റെ സഹസ്ര കരങ്ങൾ വിടർത്തി പ്രൗഢഗംഭീരമായുള്ള ആ നിൽപ്പ് ഒന്ന് കാണേണ്ടതാണ്. ആരും നോക്കി നിന്നു പോകും. എത്ര വർഷങ്ങൾ, എത്ര ഋതുക്കൾ തൻ്റെ ചുവട്ടിലെ ഭഗവാന് തണൽ ചൊരിഞ്ഞുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്നല്ല സദാസമയവും ദലമർമരങ്ങളാൽ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കുന്നു. ഇപ്പോൾ ചരിത്രവീഥിയിൽ അതും മായാൻ പോകുന്നു, അഥവാ മോക്ഷഗതി പ്രാപിക്കാൻ പോകുന്നു. തൻ്റെ കുട്ടിക്കാലം മുഴുവൻ അതിൻ്റെ ചുവട്ടിലാണ് കഴിച്ചുകൂട്ടിയിരുന്നത്. കളിക്കൂട്ടുകാരുമൊത്ത് കുട്ടിയും കോലും കളിച്ചത്, വെട്ടുപന്ത് കളിച്ചത്, കിളിത്തട്ട് കളിച്ചത്, ആലിൻ കായകൾ പഴുത്തു പൊഴിയുമ്പോൾ വയറ് നിറയെ മത്സരിച്ച് പെറുക്കി തിന്നത്. അന്ന് തൻ്റെ കൂട്ടുകാരനായിരുന്ന വേണുഗോപൻ ഈയിടെയാണ് ഒരു കാറപകടത്തിൽപ്പെട്ട് മരിച്ചു പോയത്. വയ്യാതിരുന്നത് കാരണം ഒന്ന് പോയി കാണാൻ കൂടി കഴിഞ്ഞില്ല. ഇന്നെന്ന വണ്ണം എല്ലാം ഓർക്കുന്നു. പിന്നീട് വളർന്ന് യുവാവായപ്പോൾ അമ്പലത്തിൽ തൊഴാൻ വരാറുണ്ടായിരുന്ന നാട്ടിലെ സുന്ദരി കുട്ടികളോട് ലോഹ്യം പറഞ്ഞത്. ഈ തണലിൽ പലപ്പോഴും ഏകാന്തതയിൽ മുഴുകി വല്ലതും കുത്തിക്കുറിക്കാറുള്ളത്. അങ്ങനെ എന്തൊക്കെ! തൻ്റെ ജീവിതവുമായി അത്രയധികം ബന്ധമാണതിന്. എന്തൊരാത്മബന്ധമാണത്! ഈശ്വര, താൻ അതൊക്കെ എങ്ങനെ മറക്കാൻ? ഈ ആത്മബന്ധം, അതേക്കുറിച്ച് ഒരാൾക്ക് മാത്രമേ നന്നായി അറിയുമായിരുന്നുള്ളൂ. പാറുക്കുട്ടി, തൻ്റെ പാറുക്കുട്ടി. തന്നെപ്പോലെ തന്നെ അവളും അതിനെ നെഞ്ചേറ്റി ലാളിച്ചിരുന്നു. ഈ മുറ്റത്ത് ആദ്യമായി കാലുകുത്തിയപ്പോൾ തന്നെ അവൾ ആ ആൽമരത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. എത്ര ഭംഗിയാണതിന്, അവൾ പറഞ്ഞു. പിന്നീട് അവളുടെ ആഗ്രഹപ്രകാരം അതിൻ്റെ വടക്കോട്ടുള്ള വലിയ ശാഖയിൽ താൻ ഒരു ഊഞ്ഞാൽ തീർത്തു കൊടുത്തു. അതിന്മേലിരുന്ന് ആടുന്ന അവളുടെ മുഖത്തെ സന്തോഷവും സംതൃപ്തിയും ഇന്നും മനസ്സിൽ തെളിയുന്നു. ഓർമ്മകൾ വീർപ്പ് മുട്ടിക്കുമ്പോഴും അയാൾ അറിഞ്ഞു അമ്പലമുറ്റത്ത് മരച്ചില്ലകൾ അടർന്നു വീഴുന്നത്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എന്തൊക്കെ സംഭവിച്ചു! ഒരു ദിനം അവൾ കിടപ്പിലായി. താൻ ആകെ തകർന്നു പോയ അവസരം. ജനാലയോട് കട്ടിൽ ചേർത്തിട്ട് ഊഞ്ഞാൽ കെട്ടിയ കമ്പിലേക്ക് നോക്കിയാണ് അവൾ കിടക്കാറ്. അങ്ങനെ ഒരു രാത്രി, തുലാമാസത്തിലെ നല്ല ഇടിയും മഴയുമുള്ള ആ രാത്രി അവൾക്ക് ദീനം കൂടുതലായി. ആൽമരത്തിൻ്റെ വടക്കോട്ടുള്ള കമ്പ് ഒരലർച്ചയോടെ നിലം പതിച്ചു. അതോടെ അവളും യാത്രയായി. ഇന്നിപ്പോൾ എല്ലാത്തിനും സാക്ഷിയായ അതും ഒരോർമ്മയാകുന്നു. വയ്യ, ഒന്നും ഓർക്കാൻ വയ്യ. മനസ്സിനാകെ ഒരു വിമ്മിഷ്ടം. അടുത്ത ദിവസം വൈകുന്നേരമായപ്പോഴേക്കും ഒറ്റപ്പെട്ട 1-2 ചില്ലകൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ആൽമരം അവിടെ നിൽക്കുന്നത് അയാൾ വേദനയോടെ കണ്ടു. നഷ്ടപ്രതാപത്തിൽ ശൂന്യതയിലേക്ക് ഉയർന്നു പോകുന്ന ആ ചില്ലകളിൽ 1-2 പക്ഷികൾ ചേക്കേറിയിരുന്നു. പാവം, അവരറിയുന്നുണ്ടോ നാളെ ഇതുകൂടി തങ്ങൾക്ക് നഷ്ടമാകുമെന്ന്? രാവിലെയും വൈകുന്നേരവും ആയിരക്കണക്കിന് കാക്കകളാണ് ഇര തേടിയുള്ള യാത്രാമധ്യേ ഇവിടെ തമ്പടിക്കാറുള്ളത്. അവയുടെ കലമ്പലാണ് പരിസരവാസികളെ ഉണർത്താറുള്ളത്. തിരുവേറ്റുമാനൂരപ്പൻ നീരാട്ടിനു ശേഷം മടങ്ങിവന്ന് വിശ്രമിക്കാറുള്ളതും ഈ മുറ്റത്താണ്. ഇരുദേവന്മാരും പരസ്പരം മുഖാമുഖമിരുന്ന് നിവേദ്യച്ചോറുന്നു. പിന്നെ കുറേ സമയം ആ നമസ്കാര മണ്ഡപത്തിലിരുന്ന് സംവദിക്കും. എന്നിട്ടാണ് ഏറ്റുമാനൂരപ്പൻ തൻ്റെ യാത്ര തുടരാറ്.
അടുത്ത ആറാട്ടിന് തണൽ വിരിക്കാനും സ്വാഗതമോതാനും ഈ മരം ഇവിടെ ഉണ്ടാവില്ല. അടുത്ത പകലിൽ തായ്തടിയിൽ മഴുവിൻ്റെ മൂർച്ചയുള്ള വായ്ത്തല പതിക്കുന്നത് അയാൾ അറിഞ്ഞു. അത് തൻ്റെ നെഞ്ചിലാണ് തറയ്ക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. മുറിപ്പാടിൽ നിന്ന് ചോര ഒലിക്കും പോലെ. ആൽമരം മഹത്വമുള്ളതാണ്, ആത്മാവുള്ളതാണ്. വിധിപ്രകാരം ദഹിപ്പിക്കുകയാണ് വേണ്ടത്. വിലയ്ക്ക് വാങ്ങുന്നവർ അതൊന്നും ചെയ്യലുണ്ടാവില്ല. അടക്കാനാകാത്ത വേദനയോടെ അയാൾ മുഖം പൊത്തി. 2 കൊച്ചു കൈകൾ വന്ന് ശുഷ്കിച്ച ആ കൈത്തലങ്ങൾ മാറ്റുമ്പോൾ അതാകെ നനഞ്ഞിരുന്നു. അയ്യേ, മുത്തശ്ശൻ കരയാണോ? കൊച്ചുമകൾ കളിയാക്കി. മുത്തശ്ശന് കരയാനല്ലേ കഴിയൂ മോളെ. മരം വെട്ടുന്നതിന് മുത്തശ്ശൻ എന്തിനാ കരയുന്നത്? അത് മരമല്ല മോളെ, മുത്തശ്ശൻ്റെ ആത്മാവ്. അയാൾ കണ്ണും കാതും ഇറുക്കിയടച്ചിരുന്നു. പിന്നീട് എപ്പോഴോ ആ വൻമരത്തിൻ്റെ വീഴ്ച സംഭവിച്ചത് അയാൾ കേട്ടില്ല, അറിഞ്ഞില്ല.